ലോകേഷ് കനകരാജിന്റെ ലിയോ 2 റോളക്സ് ഈ രണ്ട് സിനിമയും ഇനി സംഭവിക്കുമോ? തമിഴിൽ ഇത്രത്തോളം ഓളമുണ്ടാക്കിയ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ഡയറക്ടർ എന്ന് പറയുന്നത് ലോകേഷിനെ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇൻഡിവിജ്വൽ സിനിമയായിട്ട് മാത്രം നോക്കിയാൽ പോലും ഇത്രയ്ക്ക് നന്നായിട്ട് എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമ എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരാളാണ് ലോകേഷ് കനകരാജ്. വിക്രം എന്ന സിനിമ വരെ ലോകേഷിന്റെ കണക്കുകൂട്ടലൊക്കെ എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പണി മൊത്തത്തിൽ പാളാൻ തുടങ്ങിയത്. പക്ഷേ കൈദി 2 നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും ഉണ്ടാവും. ആദ്യ സെക്ഷനിൽ റോളക്സ് സ്റ്റാൻഡ് ലോൺ മൂവിയെ കുറിച്ചും രണ്ടാമത്തെ സെക്ഷനിൽ ലിയോ 2 സൂര്യയുടെ കരിയറിലെ ഏറ്റവും കൊടൂരനായ ഒരു വില്ലൻ ക്യാരക്ടർ. ഇനിയിപ്പോൾ സൂര്യയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാൻ പോകുന്ന പേര് അത് റോളക്സ് സ്റ്റാൻഡ് ലോൺ ഫിലിമാണ്. കാരണം സൂര്യ എന്ന ആക്ടർ കൂടുതൽ ആക്ടിങ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകളാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വില്ലൻ റോൾസ് ആണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ക്യാരക്ടർ കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ സൂര്യയെ കൊണ്ട് ഇനിയൊരു വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഇനിയൊരു ഡയറക്ടർക്ക് ഈ രീതിയിൽ ഒരു ഹൈപ്പുള്ള ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് സൂര്യക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല. സൂര്യയുടെ അത്തരത്തിലുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ള റോള് അത് റോളക്സ് തന്നെ ആയിരിക്കും. ആ റോളക്സ് എന്ന ക്യാരക്ടറിന്റെ ഒരു സ്റ്റാൻഡ് ലോൺ ഫിലിം വരുന്നു എന്നുള്ള ഒറ്റ ടാഗ് മതി സൂര്യ എന്ന ആക്ടറിന്റെ ആ ഒരു ഇപ്പൊ കറന്റ് സ്റ്റേജിലുള്ള ആ ഒരു ഡൗൺ ഗ്രോത്ത് ഒറ്റ അടിക്ക് ആ ഒരു ഗ്രാഫ് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സൂര്യറായിട്ട് വരാൻ പോകുന്നത് കറുപ്പാണ്. അപ്പോൾ ആ ഒരു സിനിമയും എനിക്ക് വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് തമിഴ് സിനിമയൊക്കെ കാണുന്നത്. ഇതുപോലെ ലോകേഷിന്റെ ഫിലിംസും അങ്ങനെ വളരെ റെയർ ആയിട്ട് സിനിമകൾ മാത്രമേ ഞാൻ തമിഴിൽ നോക്കാറുള്ളൂ. ലോകേഷ് എന്ന ഡയറക്ടറിലൂടെ തന്നെയാണ് തമിഴ് സിനിമയ്ക്ക് ആ ഒരു ജീവൻ തന്നെ വെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പും ഓളവും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ. അതല്ലാതെ ഒരുപാട് ക്ലാസിക് സിനിമകളെല്ലാം തമിഴിൽ തന്നെ ഉണ്ട്. അതല്ലാത്ത രീതിയിൽ ഇതുപോലൊരു മാസ് മസാല ഒരു ആക്ഷൻ കൊമേഴ്ഷ്യൽ പടം മേക്ക് ചെയ്ത് വെച്ചത് LCU എന്ന് പറയുന്ന ടാഗ് വന്നതോടുകൂടി തന്നെയാണ്. ഇനി സൂര്യയുടെ പേരിൽ എല്ലാവരും കാത്തിരുന്ന് മടുത്ത റോളക്സ് എന്ന ക്യാരക്ടറിന്റെ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നോക്കിയിരിക്കത്തേ ഉള്ളൂ. കാരണം ഇപ്പൊ കറന്റ് ലോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലുവിന്റെ സിനിമയാണ്. അടുത്ത കമ്മിറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൈദി 2 ആണ്. അതെന്തായാലും സംഭവിക്കും. അത് ഡിലേ ആയാലും കൈദി 2 സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ വരാൻ പോകുന്ന അല്ലു സിനിമ കഴിഞ്ഞ് കൈദി 2 എന്ന സിനിമയ്ക്കകത്തും റോളക്സിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞത് നേരെ തിരിച്ചാവുകയും ചെയ്യും. അല്ലു അർജുന്റെ സിനിമ കഴിഞ്ഞിട്ട് കൈദി 2 എടുക്കുന്ന സമയത്ത് കൈദിയിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാം വന്ന് റീയൂണിയൻ ചെയ്യുന്ന ഒരു സിനിമയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സൂര്യ ഒരു റോളക്സ് എൻ്റർ ആവുകയും ആ ക്യാരക്ടറിന് അടുത്തൊരു സ്റ്റാൻഡ് ലോണിലേക്ക് വേണ്ടിയുള്ള ഒരു എലമെന്റ് ഇട്ട് നിർത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു കനലും കരിക്കട്ടായി കിടക്കുന്നത് ആളി കത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഒറ്റ കൈദി 2 എന്ന് പറഞ്ഞ സിനിമ മതി. ലോകേഷിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തും സംഭവിക്കാം. LCU എന്ന ഒരു ടാഗിലൂടെ തന്നെ അദ്ദേഹത്തിന് തമിഴിൽ ഒരു കിരീടം വെച്ച ഡയറക്ടറായിട്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോഴും കാണുന്നത്. പലർക്കും ഹെയ്റ്റ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം LCUവിന്റെ BGM ഇട്ട് ഒരു പോസ്റ്റോ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നത് വരെ ആ ഒരു ഹെയ്റ്റ് ഉണ്ടാവുള്ളൂ എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോളക്സ് എന്ന സിനിമ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു കൺഫേം ആയിട്ടുള്ള കാര്യം കൈദി 2 എന്ന് പറഞ്ഞ സിനിമയിലൂടെ നമുക്ക് കിട്ടും. ലിയോ 2 വിജയ് ഈ ഒരു നടന്റെ പേര് പറയുന്ന സമയത്ത് പോക്കിരി എന്ന സിനിമയാണ് എന്നെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഡിസ്കിറ്റ് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് പോക്കിരി എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു സിനിമയിലൂടെയാണ് വിജയ് എന്ന ആക്ടറിന്റെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ആക്ടർ ഇന്ന് തമിഴിൽ അതല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പോലും പവറുള്ള അല്ലെങ്കിൽ ഫാൻ പവറുള്ള ഒരു ആക്ടർ എന്ന രീതിയിൽ ആ ഒരു സ്റ്റാർഡത്തിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നേരെ ഞാൻ സിനിമ എല്ലാം നിർത്തുകയാണെന്നും പറഞ്ഞിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത്. പക്ഷേ എനിക്ക് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമായിട്ട് ഞാൻ അത് വിടുകയാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യം പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പക്ഷേ വിജയ് എന്ന് പറഞ്ഞ ആക്ടറിന്റെ ഒരു കുറവുണ്ടല്ലോ, അതെന്തായാലും നികത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാരണം വിജയ് സിനിമകൾ കളക്ട് ചെയ്യുന്നത് പോലെ രജനികാന്ത് ഫിലിമിനെ വരെ പൊട്ടിക്കുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഫാൻ പവറും വിജയ് എന്ന ആക്ടറിനുണ്ട്. ഒരു യുവ തലമുറയെ ഇത്രത്തോളം പിടിച്ച് കുലുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും സ്റ്റാർഡം കൈവരിച്ച് വെച്ചിരിക്കുന്ന വിജയെ പോലെ ഒരു ആക്ടറിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഡിസിഷൻ എടുത്ത് പോവുക എന്ന് പറയുന്നത് അത് വെറുതെ ആവില്ല. എന്തെങ്കിലും റീസൺസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ വിഷയം ലിയോ 2 ആണ്. കുറെ മാസ് മസാല സംഭവങ്ങൾ മീൻസ് കുറെ രക്ഷകൻ ക്യാരക്ടറുകളിൽ നിന്ന് ഇതും രക്ഷകനാണെങ്കിൽ പോലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫാൻ ബേസിന് എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യണം ആ രീതിയിലൊരു സിനിമ ഇറക്കി വിട്ട ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ. പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമ ലിയോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് ലിയോ 2 എന്ന സിനിമയിലേക്ക് ഈ ഒരു ലിയോ എന്ന ക്യാരക്ടറിന്റെ ഒരു രണ്ടാമത്തെ ഒരു വരവ് അത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ എന്തുമാത്രം ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് ഏകദേശം അറിയാം, ഉറപ്പാണ്. അദ്ദേഹം ഇനി സിനിമ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ലിയോ 2 സംഭവിക്കില്ല. റീസെന്റ് ആയിട്ട് ജനനായകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വന്ന കുറെ പ്രശ്നങ്ങളുടെ പേരിൽ റിലീസ് ചെയ്തതിനു ശേഷം അവർക്ക് അത് ലാഭമല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സിനിമ കൂടി ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി വിജയ് ചെയ്യുമെന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. കറന്റ് സ്റ്റേജിലുള്ള
ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടി ഒരു കളക്ഷൻ കിട്ടുമെന്നുള്ള രീതിയിലുള്ള ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റിൽ ലോകേഷ് കനകരാജ് എന്തായാലും ഉണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ലോകേഷ് ഒരിക്കലും ലിയോ 2 എന്ന് പറഞ്ഞ് എടുത്ത് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ഹോപ്പ് നിങ്ങൾ ആരും വെക്കേണ്ട. ലോകേഷ് ഓൾറെഡി കുറെ കമ്മിറ്റ്മെന്റ്സ് വെച്ചിട്ടുണ്ട്. കൈതി 2 എന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള സിനിമ. അത് ചെയ്യാതെ നേരെ ലിയോ 2 എടുത്ത് അതിനുമല്ല സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകേഷിന്റെ തമിഴ് ഇൻഡസ്ട്രിയിൽ ആൾക്കാർ കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിക്കും. അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറയുന്നത് അതോടെ തീരും എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിജയ്ക്കൊരു ആഗ്രഹം തോന്നുകയോ തിരിച്ചു വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സംഭവിച്ചേക്കാം. ഇതിൽ നിന്ന് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടർ തമിഴ് ഇൻഡസ്ട്രിക്ക് വളരെ ചെറിയൊരു കാലയളവിനകത്ത് എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അദ്ദേഹം പിടുത്തിട്ടിരിക്കുന്നത് മൊത്തത്തിൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ തൂക്കാനുള്ള പരിപാടിയാണ്. ഈ പാൻ ഇന്ത്യൻ പാൻ വേൾഡ് ടൈപ്പ് സാധനം. കാരണം അല്ലു അർജുൻ്റെ ഒരു സ്റ്റാർഡോം പവർ എന്ന് പറയുന്നത് വിജയേക്കാളും ഒക്കെ ഒരുപാട് ഇൻഡസ്ട്രി കവിഞ്ഞ് കിടക്കുന്ന ഒരു പവറാണ് അല്ലു അർജുനുള്ളത്. ചെറിയൊരു ഡൗൺ ലോകേഷിൻ്റെ ഇതിലുണ്ടായ സമയത്ത് ഒരുപാട് സക്സസ് കിട്ടിയിട്ട് പെട്ടെന്നൊരു ഡൗൺ വരുന്ന സമയത്ത് അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ പോയൊരു ഗ്രോത്തിനെ ഒറ്റയടിക്ക് അപ്ഗ്രാഫ് ആക്കിയതിന് ശേഷം തൻ്റെ തട്ടകത്തിലേക്ക്, അതായത് LCUവിലേക്ക് തിരിച്ചു വരാം എന്നുള്ള ഡിസിഷനായിരുന്നു നമ്മൾ ലോകേഷ് ആ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വന്ന് പറഞ്ഞത്. അതേ കാര്യങ്ങൾ അതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസ് മീറ്റ് വന്ന് അതിനകത്ത് ലോകേഷ് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഒരു ക്ലിയർ തന്നിട്ട് പോയി. ഇതുപോലെ തന്നെയാണ് ലോകേഷ് എപ്പോഴും കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞു പോകുന്നത് തന്നെയാണ് സാധാ ചെയ്യാറ്. ഇനി ലോകേഷിൻ്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഇനി ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ വർക്ക് നടക്കുന്നത് അല്ലു അർജുൻ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കൈതി 2 ആയിരിക്കും. കാരണം ഇത്രത്തോളം ഒരു ഇത് കിട്ടി ബാക്ക് ഫയർ ഉണ്ടായത് കൊണ്ട് തന്നെ എന്തായാലും ഇനി വേറൊരു സിനിമയിലേക്ക് ചാടാൻ നിൽക്കില്ല. നേരെ കൈതി 2 ആയിരിക്കും. ഈ സിനിമ കഴിഞ്ഞ് നേരെ കൈതി 2 ആയിരിക്കും. അത് എന്തായാലും ഒരു 2-3 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ അത് സംഭവിച്ചേക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കാം പിന്നെ റോളക്സ് മേ ബി വരാം. അതല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ലോകേഷിൻ്റെ അതേ പരിപാടി തന്നെ ലോകേഷ് ചെയ്യും. വിജയുടെയും സൂര്യയുടെയും കരിയറിലെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ്, ലിയോയും ഒന്ന് റോളക്സും. ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ പേര് തന്നെ ധാരാളമാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ പവർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. തമിഴിൽ കാണണമെന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് LCUവിലെ ഒരു സിനിമ വരണം, അല്ലെങ്കിൽ ആ സിനിമയിൽ ഈ പറഞ്ഞ ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമ ഉണ്ടാവണം, അത് കാണണം എന്നുള്ള രീതിയിലാണ്. ലോകേഷിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഏകദേശം എൻ്റെ ഒരു ഫിലിം മേക്കിംഗ് ടേസ്റ്റൊക്കെ. അത്തരത്തിലുള്ള ഒരു പടം ലോകേഷിന്റെ ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനി അല്ലു അർജുന്റെ പടത്തിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു തുടങ്ങുമ്പോൾ എന്തായാലും ലോകേഷ് വീണ്ടും ട്രാക്കിലാവുന്ന രീതിയിൽ പല ഹേറ്റ് പറഞ്ഞവരും വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങും. നമ്മൾ അന്നും ഇന്നും പറയുന്നു ലോകേഷ് എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറെ മാത്രമേ നമുക്കറിയാവൂ. അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡായിട്ടുള്ള ഒരു ഇത് നമുക്കറിയില്ല. ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് പുറമേ ഉള്ള ഒരു ഫേസ് എപ്പോഴും സക്സസ് ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. പക്ഷേ ഒരു ഡ്രോപ്പ് വരുന്ന സമയത്ത് ആ ഒരു ക്രിയേറ്റിവിറ്റി എത്രത്തോളം അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളത്, അതായത് ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നൊക്കെ പറയും, അത്തരത്തിലുള്ള സംഭവം വരുന്ന സമയത്ത് എന്ത് നെക്സ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതറിയില്ല. ആ ഒരു സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സിനിമകളൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂലിയൊക്കെ പോലെ ആവും. അതുകൊണ്ട് വളരെ ആലോചിച്ച് തന്നെ ടൈം എടുത്ത് നെക്സ്റ്റ് എന്താണ് സ്റ്റെപ്പ് എന്നുള്ളത് വളരെ ടൈം എടുത്ത് തന്നെ ചെയ്യട്ടെ. നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. വിജയ് അവിടെ നിന്ന് മാറി നിന്നാലും ലോകേഷ് നല്ല പടങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തമിഴിലെ ഫയർ എന്തായാലും കെട്ടുപോവില്ല. റോളക്സ് ആണോ ലിയോ 2 ആണോ ഏത് സിനിമയാണ് മോസ്റ്റ് ആയിട്ട് നടക്കൂ ഇല്ലയോ എന്നുള്ള വിടുക, കാണാനായിട്ട് ഒരു ആഗ്രഹിച്ചിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് നിങ്ങൾ പറയാം. റീസെൻറ്റ് വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.